ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നൈനുടെയും ആദർശിന്റെയും നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ നൈനയുടെയും ആദർശിന്റെയും വിശേഷത്തിലേക്ക് കടക്കാം. കേട്ടോ, അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും എപ്പോഴും പറയുന്നത് പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ കേട്ടോ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. കൂടെ ഒരു ഹൈപ്പുവേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. അങ്ങനെ സഹി കെട്ട് നമ്മുടെ ദേവയാനി സത്യങ്ങളൊക്കെ വിളിച്ചു പറയുവോ. ഈ പറയുന്ന അഭിയാണെങ്കിൽ തെറ്റ് ചെയ്തു, അതും പോരാഞ്ഞിട്ട് അവിടെ നിന്നങ്ങ് അഭിനയിച്ച് തകർക്കാണ്. താൻ നിരപരാധിയാണ്, താനൊരു തെറ്റും ചെയ്തിട്ടില്ല. നമ്മുടെ അഭിക്ക് അറിയാലോ അഭി തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ പിന്നെ അഭിക്ക് കൂടുതൽ അങ്ങോട്ട് പൊങ്ങി പൊങ്ങി പോകാതെ, അത്യാവശ്യം കേടില്ലാതെ ഇലയ്ക്കും ഉള്ളിനും കേടില്ലാതെ എന്ന് പറയുന്ന പോലെ അങ്ങനെ പോകുമായിരുന്നേ കുഴപ്പമില്ലായിരുന്നു. ഇത് നാക്കങ്ങ് നിവർന്ന് നീണ്ടു കിടക്കുകയല്ലേ. ആദർശിനെ പറയാൻ കിട്ടുന്ന അവസരങ്ങൾ ഒന്നും പാഴാക്കുന്നില്ല, നന്നായിട്ട് അങ്ങ് പറയാണ്. ജലജയും അഭിയും കൂടെ നമ്മുടെ നവ്യക്കും ജലജയ്ക്കും അറിയില്ലെന്ന് വെക്കാം, പക്ഷെ നമ്മുടെ അഭിക്ക് നന്നായിട്ട് അറിയാം ഈ തെറ്റുകളെല്ലാം ചെയ്തത് അഭിയാണ്. എന്നിട്ടും അഭി ഇങ്ങനെ അഭിനയിച്ച് ആദർശിനെ കുറ്റപ്പെടുത്തി ആദർശിനെ വൃത്തികെട്ടവനാക്കി ഇങ്ങനെ തീർക്കുകയാണ്. അപ്പൊ കേട്ടോണ്ട് നിൽക്കുന്നതിന് ഒരു പരിധിയില്ലേ. സഹി കെട്ടാൽ ആരും പറഞ്ഞു പോകില്ലേ. അങ്ങനെയാണ് നമ്മുടെ ദേവയാനിയുടെ വായിൽ നിന്ന് ആ കാര്യം വീഴുന്നത്. ഏതായാലും ഞാൻ വിശേഷത്തിലേക്ക് കിടക്കാട്ടോ. അപ്പൊ ഏതായാലും ഇന്നിപ്പം ലാസ്റ്റ് സീൻ എന്ന് പറഞ്ഞാൽ കണ്ടത് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശി അനുഗ്രഹമൊക്കെ കൊടുത്തു. അഭി അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അപ്പൊ ആദർശിന്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം മേടിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആദർശേട്ടന്റെ കയ്യിൽ നിന്ന് ഞാൻ എന്തിനാ അനുഗ്രഹം മേടിക്കുന്നത്, അതിന്റെ ഒന്നും ആവശ്യമില്ല, പ്രത്യേകിച്ച് നവ്യക്ക് അത് ഇഷ്ടമാവില്ല എന്ന് പറയുകയും ചെയ്തു. ഈ സമയത്ത് നമ്മുടെ ആദർശാണെങ്കിൽ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അവിടെ ഇരുന്ന് എന്തൊക്കെയോ ഇങ്ങനെ നോക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യുക. പാവം കഷ്ടം തോന്നും. ഒരു അഭിയുടെ വീഴ്പ്പ് ചുമക്കുന്നത് ഇപ്പം നമ്മുടെ ആദർശാണ്. അതിന്റെയെങ്കിലും നന്ദി എന്നാ പിന്നെ അഭി കാണിക്കണ്ടേ. അങ്ങനെ ആദർശ് അവിടെ ഇരിക്കുമ്പോഴത്തേക്കും അഭി പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരികയാണ്. അഭി ഇങ്ങനെ പെട്ടെന്ന് വന്നു. അപ്പൊ അവിടെ ദേവയാനി ഉണ്ടായിരുന്നു. ദേവയാനി വന്നു, പിന്നെ നമ്മുടെ നയന വന്നു. അങ്ങനെ നമ്മുടെ ദേവയാനിയോട് പറയാണ്, അത് പിന്നെ വല്യമ്മേ, ഞാന് ഇന്ന് ചാർജ് എടുക്കാൻ പോവുകയാണ് നമ്മുടെ ബ്രാഞ്ചില്. ഇന്നാണ് അവിടെ ഞാൻ ചാർജ് എടുക്കുന്നതെന്ന് പറഞ്ഞു. ആണോ, ഇന്നാണോ നീ അവിടെ ചാർജ് എടുക്കുന്നത്? അപ്പൊ പുറകെ നമ്മുടെ നവ്യ വന്നപ്പം നവ്യയോട് ചോദിക്കുകയാണ് നമ്മുടെ ദേവയാനി, അല്ല മോക്കിപ്പോ സമാധാനം ആയില്ലേ? മോക്കല്ലായിരുന്നോ പരാതി മോളുടെ ഭർത്താവിന് ഒരു ബ്രാഞ്ച് ഏൽപ്പിക്കുന്നില്ല, വെറും ജോലിക്കാരനായിട്ട് നിർത്തുന്നു എന്നൊക്കെ. ഇപ്പൊ സമാധാനം ആയില്ലേ? ഇതെല്ലാം ആദർശ് മോൻ കാരണ, അതിന്റെ നന്ദി ആദർശ് മോനോട് കാണിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എടുത്ത വായിലെ നമ്മുടെ നവ്യ അങ്ങോട്ട് തുടങ്ങിയില്ലേ. എന്ത് വർത്താനം അമ്മായി ഈ പറയുന്നത്? അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അമ്മായി, ആദർശേട്ടനോട് ഞങ്ങൾ എന്തിനു നന്ദി കാണിക്കണം? ദേ, എനിക്ക് ആദർശേട്ടൻ എന്ന് വിളിക്കാൻ തന്നെ ഇപ്പം അറപ്പും വെറുപ്പും ഒക്കെ തന്നെയാ, വേറൊന്നും കൊണ്ടുമല്ല. വിവാഹത്തിന് മുമ്പ് ഒരു അവിഹിതം പോട്ടെ, അവിഹിതമാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും സഹിക്കാം. പോരാഞ്ഞിട്ട് ഒരു കുഞ്ഞ്, ആ കുഞ്ഞിനെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന് എന്റെ അനിയത്തിയുടെ ജീവിതം കോഞ്ഞാട്ടയാക്കി. അതും പോരാഞ്ഞിട്ട് ഇനിയിപ്പം ആദർശിന്റെ അനുഗ്രഹം മേടിക്കണം എന്ന് പറഞ്ഞാലേ അതെവിടത്തെ ആദർശ് വാദവാ. ദേ എന്റെ പൊന്നബി, ഇതിന്റെ ഒന്നും ഒരാവശ്യമില്ല. അപ്പോഴത്തേക്കും നയനി ഇങ്ങ് വന്നിട്ട്, ദേ നവ്യേച്ചി മിണ്ടാതിരുന്നോ, അതിര് കിടക്കുന്നുണ്ട്. കേട്ട് ഞാൻ മടുത്തു. എന്തിനും ഏതിനും ആദർശേട്ടനെ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത്? എന്റെ ആദർശേട്ടൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അങ്ങ് സഹിച്ചു പുറത്തു, പിന്നെ ആരും കൂടുതൽ ചിക്കി ചകയാനൊന്നും വരണ്ട. അപ്പോഴത്തേക്കും ജലജ പറഞ്ഞു, അയ്യോ നിനക്ക് കയറി കൊണ്ടല്ലേടി. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നയനെ, നിനക്ക് എന്തിന്റെ ഏനക്കേടാ? സാധാരണ എവിടെയെങ്കിലും സ്വന്തം ഭർത്താവിന് ഒരു അവിഹിതമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആരും സഹിക്കില്ല, അതേത് പെണ്ണും സഹിക്കില്ല. അന്തസ്സും അഭിമാനവുമുള്ള ഒരു പെണ്ണ് സഹിക്കത്തില്ല. പക്ഷെ നീ ഇതെല്ലാം സഹിച്ച് എന്തിനാ നയനെ ഇവിടെ കടിച്ചു തൂങ്ങിക്കിടക്കുന്നത്? നീ ഇപ്പം മൂർത്തീസ് ജ്വല്ലറിയുടെ വലിയ കൊമ്പത്തിരിക്കുന്ന ഫാഷൻ ഡിസൈനർ ഒക്കെയല്ലേ. ഈ ജ്വല്ലറി വിട്ടാൽ നിനക്ക് വേറെ ഏതെങ്കിലും ജ്വല്ലറി കിട്ടത്തില്ലേ? അതെ, എന്റെ മോള് ചോദിച്ചോളൂ, അല്ലാതെ വേറൊന്നും അല്ല അവള് ചോദിച്ചത് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കാണ് നമ്മുടെ അഭി പറഞ്ഞത്, അല്ലെങ്കിലും എല്ലാവരും പറയുന്നതൊക്കെ ശരിയാണല്ലോ, ഞാൻ എന്തിനാ വെറുതെ ആദർശേട്ടന്റെ അനുഗ്രഹമൊക്കെ പേടിക്കുന്നത്? അതിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ ആവശ്യം തീരെ ഇല്ല. കാരണം തെറ്റുകൾ ചെയ്ത് തെറ്റുകളുടെ കൂമാരമായിട്ടിരിക്കുന്ന ആദർശേട്ടനെ കണ്ട് പഠിക്കാൻ എന്നോട് ആരും ഉപദേശിക്കരുത്. അതെനിക്ക് ഇഷ്ടമല്ല. ഞാന് എന്റേതായ മാർഗത്തിലൂടെയാ പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പം എന്റെ കുഞ്ഞിനെയും എന്റെ ഭാര്യനെയും ഞാൻ നന്നായിട്ട് നോക്കുന്നുണ്ട്. ഏതായാലും ഞാൻ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ
ദേവയാനിക്ക് സത്യം പറഞ്ഞ കാലി വന്നു കേട്ടോ. ദേവയാനി പറഞ്ഞു, എന്താടാ ആദർശം നീ പറഞ്ഞത്? അല്ല, എന്താടാ അഭി നീ പറഞ്ഞത്? നീ തെറ്റ് ചെയ്തിട്ടില്ല എന്നോ? എന്റെ മുഖത്ത് നോക്കി നീ ഒന്ന് പറഞ്ഞേ. നിന്റെ തെറ്റുകൾ ഞാനിവിടെ വിളിച്ചു പറഞ്ഞാൽ കീറാൻ പോകുന്നത് നിന്റെ കുടുംബ ജീവിതമായിരിക്കും, നിന്റെ കുടുംബമായിരിക്കും. ഇത് കേട്ടത് നമ്മുടെ അഭി കണ്ണു തള്ളുകയാണ്. അഭി ആകെപ്പാടെ പേടിച്ചു വിറച്ചുപോയി. അഭി മാത്രമല്ല, നമ്മുടെ നവ്യയും കൂടെ ജലജ ഉടനെ ചാടി വീണിട്ട്, ഓ എന്റെ കുഞ്ഞിനെ ഒന്നും പറയാനില്ലാഞ്ഞിട്ട് ഇപ്പം വെറുതെ എന്തെങ്കിലും കുറ്റം എന്റെ കുഞ്ഞിന്റെ തലയിൽ കെട്ടിവെക്കാനാണോ ഏടത്തിയുടെ ഉദ്ദേശം? കുഞ്ഞ് ദേ, ഞാനൊരു കാര്യം പറയാൻ ജലജെ, നിന്റെ നാവിന് നീ പൂട്ടിടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിന്നെ ഇവിടെ എല്ലാം കൂടെ വാരി അങ്ങോട്ട് മെഴുകും ഞാന്. പിന്നെ ഉണ്ടല്ലോ ഇവിടെ നടക്കാൻ പോകുന്നത് എന്താണെന്നേ ഒന്ന് സങ്കല്പിച്ച് നോക്ക്. അത് സങ്കല്പിക്കാൻ നന്നായിട്ട് അറിയായിരിക്കുമല്ലോ അഭി നിനക്ക്. അഭി, നീ സങ്കല്പിച്ച് നോക്ക് എന്തായിരിക്കും സത്യങ്ങളൊക്കെ ഇവിടെ വിതറിക്കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നതെന്ന്. ഒരിക്കലും എന്റെ മോനോ എന്റെ മരുമോൾക്കോ ആർക്കും അല്ല പ്രശ്നം, നിനക്ക് തന്നെയാണ്. സൂക്ഷിച്ചും കണ്ടും വായിൽ നിന്ന് വർത്താനം വരുന്നതൊക്കെ സൂക്ഷിച്ചും കണ്ടുവാണ് നിനക്ക് കൊള്ളാം എന്ന് പറഞ്ഞു ദേവയാനി. ഇത് കേട്ടതും, അല്ല അമ്മായി എന്താ അങ്ങനെ പറഞ്ഞത്? അല്ല അഭി എന്ത് തെറ്റ് ചെയ്തെന്നാ പറഞ്ഞത്? അഭി ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. ആദർശേട്ടൻ ചെയ്ത തെറ്റിന് അത്രയും ഒരു തെറ്റും എന്റെ അഭി ചെയ്തിട്ടില്ലെന്നാ എന്റെ വിശ്വാസം. അങ്ങനെ വല്ല തെറ്റും ചെയ്യുകയാണെങ്കിലേ അഭി ഇപ്പൊ ഈ വീട്ടിലുണ്ടാവില്ല. ഞാൻ നയനെ പോലെയല്ല അടിച്ചിറക്കിയാരെ. ഒരിക്കലും ഞാൻ അനന്തപുരി തറവാട്ടിൽ നിന്ന് പോവില്ല. പക്ഷെ അഭീനെ ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കി മാറ്റും. ഇത് കേട്ട ഉടനെ നമ്മുടെ നയനിക്ക് പേടിയായിട്ട് നയന പറഞ്ഞു, നയനീനെ കണ്ണടച്ച് കാണിക്കാൻ കേട്ടോ ദേവയാനിനെ. അപ്പം ദേവയാനി ഒന്നും വിട്ടിയില്ല. ഈ സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ ദേവയാനി പറഞ്ഞു, അല്ല ബി, നിനക്കിപ്പോ എവിടെയാ പോകേണ്ടത്? നിനക്കിപ്പോ പോകേണ്ടത് ജ്വല്ലറിയിലല്ലേ, നീ അങ്ങോട്ടേക്ക് പോ. അല്ലാതെ ഇവിടെ നിന്ന് ഓരോന്ന് പറഞ്ഞ് പ്രശ്നം വഷളാക്കാൻ നോക്കണ്ട. നയനയും ആദർശും എങ്ങനെയും ജീവിച്ചോട്ടെ, നിങ്ങൾ അത് അന്വേഷിക്കാൻ പോകണ്ട. അവന്റെ ഭാര്യയ്ക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, പിന്നെ കൂടുതലാരും ചിക്കി ചേകിയാരും വരണ്ട എന്ന് പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് എങ്കിൽ പിന്നെ ഞാൻ പോവാ നവ്യേ, അമ്മേ ഞാൻ പോവാ എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ അഭി അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. ഏതായാലും അങ്ങോട്ടൊരു എത്തുംപിടിയും കിട്ടുന്നില്ല. ഇനിയിപ്പൊ എന്താണ് ഈ തെറ്റ് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ നവ്യ ഇങ്ങനെ എടുത്ത് ചോദിക്കുന്നുണ്ട് ജലജോട്, അതെന്തായിരിക്കും അങ്ങനെ പറഞ്ഞത്? എനിക്കൊരു എത്തുംപിടിയും കിട്ടുന്നില്ലല്ലോ എന്ന് നവ്യ ചോദിക്കുന്നുണ്ട്. അപ്പം ജലജ പറയുന്നുണ്ട്, വായിൽ തോന്നുന്ന പാട്ടാണല്ലോ ഇപ്പം പറയുന്നത്. സ്വന്തം മകനെ രക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുവാണല്ലോ എന്റെ ഏടത്തി എന്ന് പറയുന്ന സാധനം. പിന്നെ നിന്റെ ചേച്ചി അല്ല, നിന്റെ അനിയത്തി അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് എന്റെ മകനോട്ട് ഒരു തട്ട് തൊട്ടിയതായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത് ജലജ. പക്ഷെ ജലജയ്ക്കും അറിയത്തില്ലല്ലോ ഈ പറയുന്ന ചന്തുമോൾ അഭിയുടെ മോളാണെന്ന്. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ നമ്മുടെ നന്ദുവിന്റെ കുറച്ച് സീൻ കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നന്ദുവിന്റെ ആ ഒരു ക്യാമ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ നന്ദു വരാൻ പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്യാമ്പൊക്കെ കഴിഞ്ഞ് വരാൻ പോകുന്നത് പ്രമാണിച്ചെന്നാ പിന്നെ നിന്റെ വിവാഹാലോചനയൊക്കെ നടക്കൂലോ ഇനി അങ്ങോട്ടേക്ക്. എനിക്ക് എന്റെ വീട്ടുകാരെ കുറെ ആലോചനയൊക്കെ നോക്കുന്നുണ്ടെന്ന് കൂട്ടുകാരി ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, എനിക്ക് വിവാഹമൊന്നും വേണ്ടടി. എന്തിനാ ഈ വിവാഹമൊക്കെ? നമ്മള് നല്ല രീതിയിൽ ജോലി ചെയ്യണമെങ്കിൽ വിവാഹം കഴിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് നമ്മുടെ ജോലി ഇതായതുകൊണ്ട് തന്നെ എന്നൊക്കെ പറയുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ നയനയും ആദർശും കൂടെ ചേർന്ന് എങ്ങനെയെങ്കിലും ഈ ഒരു പ്രദേശത്ത് തന്നെ പോസ്റ്റ് മേടിച്ചു കൊടുക്കുക. ക്യാമ്പൊക്കെ തീർന്നു കഴിഞ്ഞ് ഈ പ്രദേശത്ത് തന്നെ പോസ്റ്റ് മേടിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മുടെ നയനയും ആദർശും കൂടെ കുറച്ച് പ്ലാനുകളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. വേറൊന്നും അല്ല, ഇവിടെ ആണെങ്കിൽ അവർക്ക് അത്രയും നല്ലത് അച്ഛനും അമ്മയും ഒക്കെ കൂടെ ഉണ്ടല്ലോ, ദൂരേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ നന്ദുവിന്. ഏതായാലും ഇവര് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനന്തപുരി തറവാട്ടുകാർ വിചാരിച്ചു കഴിഞ്ഞാൽ, മുത്തച്ഛൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമ്മുടെ നന്ദുവിന് പോസ്റ്റ് കിട്ടുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ടൊരു അടിപൊളി വിശേഷാട്ടോ നാളെ കാണാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കും. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ ആശംസിക്കുകയാണ്. നമ്മുടെ പുതിയ കഥ, അലീനയുടെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. ആ കഥ നിങ്ങൾ എന്താണ് ഞാൻ ഇടാത്തതെന്നൊക്കെ ഓർക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്നുണ്ട്. നമ്മുടെ റിയൽ സ്റ്റോറിക്കകത്താട്ടോ ഇടുന്നത്. ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ മേളിലായിട്ട് ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് പോയി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.